മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് നെല്ലിയാമ്പതിക്കാണ്. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു ചായ കുടിക്കാൻ നിർത്തുക. അപ്പം ഇന്ന് നമ്മൾ നെല്ലിയാമ്പതി കാഴ്ചകളാണ് കാണുന്നത്. അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്കിനി ഇവിടെ നിന്നുള്ള കാഴ്ചകൾ കാണാം. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് വാണിയമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മുടെ തൃശ്ശൂരൊക്കെ കഴിഞ്ഞ് വാണിയമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ നിൽക്കണേ. ഞങ്ങൾ ചായ കുടിക്കാൻ നിർത്തുകയാണ്. അപ്പം ഇവിടുന്ന് ഇനിയുണ്ടൊരു 10-80 കിലോമീറ്ററോളം ഇനിയുണ്ട്. ഞങ്ങൾ രാവിലെ 5 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് പോന്നതാണ്. ഞാനുണ്ട്, സിജോയുണ്ട്, റിജോയുണ്ട്, ഉണ്ണിയുണ്ട്. ഞങ്ങൾ 4 പേരും കൂടെ പോണേ. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ പോകുന്ന കാഴ്ചകൾ കാണാം. നമ്മളങ്ങനെ ഇവിടെ മംഗളം ഡാമിൻ്റെ അടുത്ത് പോകുന്നു. അപ്പോൾ മംഗളം ഡാം, ഇത് മംഗളം ഡാമിൻ്റെ എൻട്രൻസ് ആണ്. ഇവിടെ നേരെ ഇത് നമുക്ക് ബൈക്ക് കൊണ്ട് കയറിപ്പോയി ഇവിടെ ടിക്കറ്റ് ഉണ്ട്, ഒരാൾക്ക് 10 രൂപ വെച്ച്. നമ്മളാണ്ട് ഇതിലേ കയറി, ഇതിലാണ് നമ്മൾ അങ്ങോട്ട് കയറി പോണേ. ബൈക്ക് അപ്പുറം കൊണ്ട് വെച്ചിട്ട് നമ്മൾ പിന്നെ നടന്നു പോകണം. അപ്പോൾ നമ്മളിവിടെ മംഗളം ഡാമിൻ്റെ അടുത്തെത്തി. നമ്മളിവിടെ നിന്ന് നടന്നു വേണം പോകാൻ. ചെറിയ ഡാമാണ് അല്ലേ, ഇന്ന് പോയാൽ പോരാ. ഇവിടെ ബോട്ടൊക്കെ ഉണ്ട്, അക്കരെ ബോട്ട് കിടപ്പുണ്ട്. ഇവിടെ എന്തൊക്കെയോ പണി കിടപ്പുണ്ട്, കൈരിയൊക്കെ ഉണ്ട്, വള്ളമുണ്ട്. ഇതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് അങ്ങനെ നടന്നു പോകാം. ഈ സൈഡിൽ കൂടെ കെട്ടിയിട്ടേക്ക് പോകാം. ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്, മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല തണലാണ്. സൈഡിൽ കൂടെ പതുക്കെ ഒന്ന് നടത്താം, കാറ്റൊക്കെ കൊണ്ട്. വെള്ളത്തിൽ മുങ്ങി കിടക്കുകയാണ്. പിന്നെ കനാലൊക്കെ വിട്ടിട്ടുണ്ട് കേട്ടോ. കനാലിക്കൂടെ വെള്ളം മെയിൻ ഷട്ടറുകളൊന്നും ഓപ്പൺ ആയിട്ടില്ല. ഇത് മെയിൻ. അങ്ങനെ നമ്മൾ നിൽക്കുന്നത് ഇവിടെ മംഗളം ഡാമിൻ്റെ മണ്ടയിലാട്ടോ. ഈ കാണുന്നതാണ് മംഗളം ഡാം. ഒത്തിരി ഏരിയ ഉണ്ട്. അപ്പോൾ ഒത്തിരി അവിടുന്ന് നമ്മൾ വണ്ടി വെച്ചെടുക്കുന്ന ഒത്തിരി ഇങ്ങോട്ട് നടന്നു വരാനുണ്ട്. നമ്മൾ ടൈല് വാങ്ങിയിട്ടുണ്ട്. അവിടെ നമ്മൾ നടന്നു വരാൻ സ്ഥലമുണ്ട്. അതിൽ നടന്ന് ഡാമേ വന്നിരിക്കുകയാണ്. എൻ്റെ ഈ കുറേ കാണുന്നതാണ് ഡാമിൽ വെള്ളം കിടക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അസാധ്യ വ്യൂ ആട്ടോ. ചെറിയ ചെറിയ തുരുത്തുകളായിട്ട് അവിടെ കാണാൻ പറ്റും. വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അതിൽ തുഴഞ്ഞു പോകാമായിരുന്നു. വെള്ളം ഇല്ലാതായിട്ട് ഇതിനോട് ചേർന്ന് തന്നെ നടന്നു പോകാൻ പറ്റും. വണ്ടി മറ്റേ ടൈലൊക്കെ ഇട്ട് കെട്ടിയിട്ടൊക്കെ നടന്നു. ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. വൈകുന്നേര സമയങ്ങളിൽ ഇവിടെ വന്നിരിക്കാൻ നല്ല രസമാണ്. നല്ല കാറ്റുണ്ട്. ഇവിടെയൊക്കെ ഇത് മരത്തേക്കൂടെ മറ്റേ സംഭവം ഉണ്ടാക്കി നടന്നു പോകാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതേ കയറവിടെ കയറാനുള്ളതും
കോണി പോലെ പിടിപ്പിച്ചിട്ട് അവിടെ നടന്നു പോകാനുള്ള മേളിൽ വള്ളി ഇട്ടിട്ട് നടന്നു പോകാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. ഈ ടോയ്ലറ്റ് ഇത് പുതിയ പണി ചെയ്ത് വരുന്നുള്ളൂ, പണി കഴിഞ്ഞിട്ടില്ല. പണി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ആളുകളൊക്കെ പതുക്കെ വരുന്ന ഏരിയയാണ്. ഞായറാഴ്ച ആണെങ്കിൽ ഒത്തിരി ആളൊന്നുമില്ല, പതുക്കെ പണിയെല്ലാം തീർന്ന് വരുന്നുള്ളൂ. ഇനി നമ്മൾ നേരെ പൂത്തൊണ്ടി ഡാമിലേക്ക് പോകണം. പൂത്തൊണ്ടി ഡാം അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നെല്ലിയാമ്പതി വ്യൂ പോയിന്റിലേക്ക് പോകാം. ഉച്ച കഴിയുമ്പോഴത്തേക്കും അവിടെ ചെല്ലുമെന്നാണ് ഓർക്കണേ, എന്താവും എന്നറിയത്തില്ല. നമ്മൾ ഇവിടുന്ന് ഇനി നെല്ലിയാമ്പതി കാട്ടിലേക്ക് കയറുവാണ്. ഇനി ഇവിടുന്ന് കാട് വഴിയാണ്. ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇവിടെ നമ്മുടെ നമ്പർ കയ്യിൽ കൊടുത്തിട്ട് വേണം പോകാൻ. നമ്മൾ ഈ വഴിക്കാണ് കയറി പോകണം. 4 മണിക്ക് മുന്നേ നമുക്ക് തിരിച്ച് ഇവിടെ ഇറങ്ങി വരണം. എന്തായാലും സമ്മതിക്കാം, ഇത് നമ്മൾ കയറി പോകണമെങ്കിൽ. നമ്മളിത് കയറി വരുമ്പോൾ ഒരു വ്യൂ പോയിന്റ് ആട്ടോ. അത്യാവശ്യം ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. അതിയായൊരു മലയൊക്കെ കാണാനുണ്ട്. ഒത്തിരി ആൾക്കാർ വണ്ടിയൊക്കെ നിർത്തി ഫോട്ടോയൊക്കെ എടുക്കണം. കാടിൻ്റെ അടുത്തോടെ വരുന്നത് നല്ല രസമാണ്. കാരണം നല്ല തണുപ്പാണ്. ഇപ്പോൾ മഞ്ഞില്ല, നട്ടുച്ചയായതുകൊണ്ട് മഞ്ഞൊന്നുമില്ല, പക്ഷേ നല്ല തണുപ്പുണ്ട്. അങ്ങനെ നമ്മൾ നെല്ലിയാമ്പതിയിലുള്ള തേയിലത്തോട്ടത്തിന് ഇടയ്ക്കോടെ വന്ന് കഴിഞ്ഞ് 2 സൈഡും ഫുള്ള് തേയിലത്തോട്ടമാണ്. ഇപ്പോൾ ABTയുടെ ഫാക്ടറിയൊക്കെ ഉണ്ട്. നല്ല രസമുള്ള തോട്ടം കേട്ടോ. കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ പച്ചപ്പരവതാനി വിരിച്ച പോലെ കിടക്കുന്നുണ്ട്. കാടിന് നടുവിലൊരു എന്നാ വലിയ കമ്പ്ലിക്കേഷനാണ്. ട്രാക്ടറോ കാട്ടിൽ നിന്ന് വണ്ടി ഇറങ്ങി വന്നു. ഡെയിലി കയറിപ്പോ തേയില കൊള്ളാൻ വന്നോ. തേയില കൊള്ളിട്ട് കൊണ്ടുപോകാൻ കഴിയും. ആണ് തൂക്കുപാലം. ബൈക്കൊക്കെ കയറിപ്പോവും. ബൈക്ക് മാത്രമേ കയറിപ്പോവും. നമ്മൾ തിരിച്ചിനി വ്യൂ പോയിന്റിലേക്ക് പോവാണ്. താഴെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, നെല്ലിയാമ്പതിയുടെ തന്നെ വ്യൂ പോയിന്റ് ഉണ്ട്. നമ്മളിനി അങ്ങോട്ടാണ് പോണേ.
നമ്മളിനി ഇവിടുന്ന് അങ്ങോട്ട് നടന്നു വേണം പോകാൻ. നല്ല കാറ്റുണ്ട്. ഈ ബൈക്കുകളെല്ലാം അവിടെ വന്നേക്കുന്നുണ്ടോ, എന്തോ നല്ല തിരക്കാണ്. നല്ലൊരു വ്യൂ ആണ് ഇവിടുന്ന്. മഞ്ഞില്ല, മഞ്ഞ് നിലവിലായിട്ടില്ല, കുറച്ച് ചെറുതായിട്ട് മഞ്ഞായി തുടങ്ങുന്നുള്ളൂ. ഉച്ച സമയം കഴിഞ്ഞുള്ളതുകൊണ്ട് വെയിലുള്ളതുകൊണ്ട് മഞ്ഞില്ല കയറി. വണ്ടി താഴെ കയറ്റിവിടുള്ളൂ. അതിൽ നടന്നു വേണം പോകാൻ. ആരെ വീൽ ചെയർ കേട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടുന്ന് എടുത്തോണ്ട് പോയി തോന്നുന്നു. നമ്മളങ്ങനെ വ്യൂ പോയിന്റിലേക്ക് എത്തി. ഒന്ന് കേസ് ഒടുക്കത്തെ കുഴി, ഒടുക്കത്തെ കുഴി. നിങ്ങൾ താഴത്തേക്ക് പോട്ടോ. വ്യൂ ആട്ടോ, വ്യൂ. ഒടുക്ക് താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല. പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാനുള്ള അവസ്ഥ. ആ കാണുന്ന സ്ഥലങ്ങളേതാ പോലും. അങ്ങ് അറ്റം വരെ നടന്നു പോകാൻ നമുക്ക്. ഇവിടെ വന്ന് ഒരു രക്ഷയില്ലാതെ വ്യൂ കേട്ടോ. നമ്മളൊത്തിരി ഇറങ്ങിപ്പോണ്ട, ഉണങ്ങിയിരിക്കുന്ന അത് ചാട്ടണ്ട. ചാരണമെങ്കിൽ നിനക്ക് അപ്പുറം ഒന്ന് നമുക്ക് വേണമെങ്കിൽ ചാരാം. നമ്മളിത് വീട് നിന്നാണ്. ഉരുളൊന്നുമല്ല, താഴത്തേക്ക് ചാടുമ്പോൾ തന്നെ നമ്മൾ ജീവൻ പോവും. ഒരാൾ പോയി കഴിയുമ്പോൾ അതിൻ്റെ കാര്യം ഏകദേശം തീരുമാനം. ഇതൊന്നും കിട്ടൂല്ല. മഞ്ഞല്ല, ഇത് മഞ്ഞാണ്. അത് വെയിലായതുകൊണ്ട് ശരിക്കും താഴ്ഭാഗം കാണാട്ടോ. ഇപ്പോൾ നമ്മളിവിടെ വ്യൂ പോയിൻറ്റിൻ്റെ അവിടെ നേരെ താഴത്തേക്ക് പോകണം. ഇനി നമ്മൾ താഴെ ഒരു പൂത്തോണ്ടി ഡാമുണ്ട്, ഡാമും കൂടെ കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോകും. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഡാം കാണാൻ പറ്റില്ല. സമയത്തൊക്കെ നമ്മൾ നേരെ കയറി പോകും. രണ്ട് ബിരിയാണി ഒരു കുഞ്ഞോടും. ഇല്ല, ഒന്നും ചെയ്യണം, ഒന്നും ചെയ്യണ്ടാ.
അതുങ്ങളും പേടിച്ചു. അങ്ങനെ നമ്മളിത് പോത്തുണ്ടി ഡാമിലെത്തി. 6 മണിക്ക് ഇവിടെ ക്ലോസ്ഡ് ആണ്. എന്നാലും ഞങ്ങൾ കാലേ കയ്യെ പിടിച്ച് അകത്ത് വരും കേട്ടോ. ഇത് പാർക്കാണ്. ഇതിൽ സ്റ്റെപ്പ് കയറി വേണം പോകാൻ. അവർ കയറ്റുപിടിയല്ലായിരുന്നു. ഞങ്ങൾ കാലേ കയ്യെ പിടിച്ച് കയറി പോന്ന. അപ്പം എന്നെ തിരക്കടാവേ, നല്ല തിരക്കാണ്. ഇത് അന്യായം ഏറ്റവും കൂടെ. അങ്ങേ അറ്റം വരെ നടക്കും. നമ്മൾ ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞു. നമ്മളിപ്പോൾ അതേ പോത്തുണ്ടി ഡാമിൽ തന്നെ ഇരിക്കും കേട്ടോ. ഇപ്പം തന്നെ ഇവിടുന്ന് അവരെ ഇറക്കി വിടും. അതിന് മുന്നേ ഞങ്ങൾ ഇറങ്ങി പോകും. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. ഇവിടുന്ന് ഒരു 150 കിലോമീറ്ററോളം ഉണ്ട് വീട്ടിലേക്ക്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ അടുത്ത ആഴ്ച വരുന്നതായിരിക്കും. അപ്പം അതുവരെ ബൈ.